ആന്റോ അഗസ്റ്റിൻ പുതിയ യുഗം പിറക്കുമോ? പുതുയുഗം പകർക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. മുഖ്യമന്ത്രിയായ വി ഡി സതീശന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നിട്ട് ഞാനൊരു കാര്യം പറയാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം 102 MLA-മാരുടെ മാൻഡേറ്റോടുകൂടി അധികാരത്തിൽ വരുന്ന സർക്കാരാണ് UDF-ൻ്റെ സർക്കാർ എന്ന് പറയുന്നത്. അവിടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി അനുഗ്രഹാശ്വാസത്തോടുകൂടി ഒരു മുഖ്യമന്ത്രിനെ ഇന്ന് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിഷമകരമായ കാര്യം. ഈ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവൻ എന്തും നേടിയെടുക്കാം എന്നൊരു ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞാൽ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനുണ്ട്, രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെടാനുണ്ട്, വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് സ്ഥാനം നഷ്ടപ്പെട്ടാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല, അത് പോയതാണ്. അതുകൊണ്ട് ഏത് രീതിയിലുള്ള കളിയും കളിക്കാം എന്നുള്ള നില വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ഇന്ന് ഞാൻ കേട്ടൊരു വാർത്ത, MLA സ്ഥാനം വേണമെങ്കിൽ ഞാൻ രാജിവെക്കാമെന്ന് ആര് പറഞ്ഞു? ഈ രമേശ് ചെന്നിത്തല പറഞ്ഞു. MLA സ്ഥാനം വേണമെങ്കിൽ രാജിവെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ വി ഡി സതീശൻ അത് നേരത്തെ പറഞ്ഞു. ഡൽഹിയിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവണമെങ്കിൽ ഞാൻ പറവൂർ സീറ്റ് വേണമെങ്കിൽ തരാം, അവിടെ മത്സരിച്ചോട്ടെ എന്ന് പറഞ്ഞു. ഇതിന് രണ്ടിൽ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന AICCയുടെ തീരുമാനം വരുന്നത് വരെ എനിക്ക് ഈ പറയുന്ന ഫൗൾ പ്ലേ കളിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന രണ്ട് നേതാക്കന്മാർ അപ്പുറം നിൽക്കുന്നു. ഒന്നാരാ? KC വേണുഗോപാൽ, ഒന്ന് രമേശ് ചെന്നിത്തല. രണ്ടുപേരും എങ്ങനെയാണ്? രണ്ടുപേർക്കും അണികളില്ലാഞ്ഞിട്ടല്ല റോട്ടിൽ ഇറക്കാതിരുന്നത്. അണികളുണ്ട്. പക്ഷേ എന്താണ്, ഞാൻ കൈകാര്യം ചെയ്തിരിക്കുന്ന എൻ്റെ കയ്യിലിരിക്കുന്ന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറി ഉത്തരവാദിത്വമാണ്. ആ സംഘടനാ ജനറൽ സെക്രട്ടറി ഉത്തരവാദിത്വം ദുരുപയോഗം ചെയ്ത് ഒരാൾ പോലും പുറത്തിറങ്ങാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമുള്ളതുകൊണ്ട് ഒരാളെപ്പോലും ആർക്കെ ഇറക്കാൻ പറ്റിയില്ല, KC വേണുഗോപാലിനെ ഇറക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെയാണ് രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചോളം. വളരെ മുതിർന്ന 26-ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായ ആളാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. വളരെ മുതിർന്ന നേതാവാണ്. ആ മുതിർന്ന നേതാവ് സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ മുതിർന്ന നേതാവ് സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു കളി കളിക്കാൻ അദ്ദേഹത്തെ കൊണ്ടും പറ്റത്തില്ല. അപ്പോൾ അദ്ദേഹം അവർ രണ്ടും ഫൗൾ പ്ലേ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ജനവികാരം മാനിച്ചോ എന്നാണ് തീരുമാനം എന്ന് ചോദിച്ചാൽ, ജനവികാരം എന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ഒരു വികാരം ബാധിച്ചിട്ടുണ്ട്. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് AICC തീരുമാനത്തിൽ. ആ വികാരം എന്ന് പറയുന്നത് ഈ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയിൽ വയനാട്ടിൽ തോൽപ്പിക്കുമെന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തെ വളരെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. എന്താണ് പ്രധാനപ്പെട്ട കാര്യം? ഈ അമേഠിയിൽ തോറ്റു തുന്നം പാടിയ രണ്ടാൾക്കാരെ ആരാണ് വയനാട്ടിൽ കൊണ്ടുവരുന്നതെന്ന് അറിയോ? KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ വയനാട്ടിൽ കൊണ്ടുവന്ന് ജയിപ്പിച്ച് തിരിച്ചുവിട്ട് രണ്ടാമത് പ്രിയങ്ക ഗാന്ധി വന്ന് ജയിപ്പിച്ച് തിരിച്ചുവിടാൻ കാണിച്ച ഒരു ധൈര്യമുണ്ടല്ലോ. കാരണം എൻ്റെ കൂടെ വന്നോളൂ, ഞാൻ നിങ്ങളെ ജയിപ്പിച്ച് അവിടെ തിരിച്ചെത്തിക്കുമെന്ന് പറഞ്ഞ ആ ധൈര്യത്തിൽ വിശ്വസിച്ചിട്ടാണ് ഇവർ രണ്ടുപേരും വയനാട്ടിലേക്ക് വന്നത്. വേറെ ആരുടെ അഭിപ്രായത്തിന് അടിസ്ഥാനത്തിലല്ല ഇവർ രണ്ടുപേരും വയനാട്ടിൽ വന്നത്. ആ പ്രിയങ്ക ഗാന്ധി ഇന്ന് KC വേണുഗോപാൽ തോൽപ്പിക്കും അല്ലെങ്കിൽ എന്നെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വശത്ത് KC വേണുഗോപാലിൻ്റെ വാക്ക് കേട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുക. അപ്പം സ്വന്തം കാര്യം എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. എന്നെ ബാധിക്കുന്ന, കാരണം AICC എന്ന് പറയുന്നത് എല്ലാ കാലത്തും പറയുന്നത് എന്താണ്, സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന ഒരു കുടുംബമാണ് എന്നുള്ള കാര്യം എല്ലാ കാലത്തും പറയുന്നുണ്ട്. എല്ലാ കാലത്തും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും പറയുന്നത് അതൊരു കുടുംബാധിപത്യമാണ് എന്നുള്ളതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിന് തട്ടുന്ന ഒരു പ്രശ്നം വന്നാൽ ആ കാര്യത്തിൽ KC വേണുഗോപാൽ പുറത്താണ് എന്നുള്ളതാണ്. അതിനേക്കാൾ അതാണ് ഞാൻ ഇന്നലെ വരെ ആ യോഗത്തിൽ രണ്ടുപേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് മല്ലികാർജ്ജുന ഖാർഗെയും ഒന്ന് രാഹുൽ ഗാന്ധിയാണ്. ഇന്നത്തെ യോഗത്തിൽ നേരെ തിരിഞ്ഞു. ഇന്നത്തെ യോഗത്തിൽ ആരൊക്കെയാണ്? ഇന്ന് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിയാണ്. അവരുടെ മുന്നിലേക്കാണ് KC വേണുഗോപാലിനെ കൊണ്ടുവരുന്നത്. അത് കാരണം എന്താണ്? അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. വയനാട്ടിൽ തോൽക്കുക എന്ന് പറയുന്നത് അവരെ ബാധിക്കുന്ന പ്രശ്നമാണ്. അവിടെ KC വേണുഗോപാലും ഇല്ല, രമേശ് ചെന്നിത്തലയും ഒന്നുമില്ല. കാരണം എന്താണ്? എന്നെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ ജയിച്ച് വരേണ്ട മണ്ഡലമാണ്. കാരണം അടുത്ത 4 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അത് മത്സരിക്കാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്, KC വേണുഗോപാലല്ല. അത് കാരണം എന്നെ ബാധിക്കുന്ന പ്രശ്നം എന്നുള്ള നിലയ്ക്ക് ആ തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആൾക്കാരെ രണ്ടുപേരാണ്. ഒന്ന് KC വേണുഗോപാലും ഒന്ന് രമേശ് ചെന്നിത്തലയും. ഇവർ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു നരേറ്റീവ് കേരളത്തിൽ സൃഷ്ടിക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിലയ്ക്ക്. കാരണം അവർ ഒന്നും ചെയ്തിട്ടില്ല, അവർ ഡൽഹിയിൽ നിന്ന് ഇറങ്ങി വന്നതാണ്, ഇവർ ഈ കാര്യത്തിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള നിലയിലേക്കാണ് ഒരു സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെതായ സമ്മർദ്ദം നടത്തി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ലീഗ് അവസാന നിമിഷത്തെ ഒരു ചെറിയ സമ്മർദ്ദം മാത്രം ഞാൻ പറയാം. സമ്മർദ്ദം പറഞ്ഞാൽ, നിങ്ങൾ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഞങ്ങളെ അറിയിക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾക്ക് യോഗം ചേരാനുണ്ട് എന്ന് പറഞ്ഞു. അതിനർത്ഥം എന്താണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല, ഞങ്ങൾ വിട്ടു നിൽക്കാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നത്. ഞങ്ങൾ വിട്ടു നിൽക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പറയുന്നത് നിങ്ങൾ പ്രഖ്യാപിക്കും. ആരെ പ്രഖ്യാപിക്കുന്നവർക്ക് കോൺഗ്രസിൻ്റെ CLP ലീഡറെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഞങ്ങളെ അറിയിക്കണം എന്ന് പറയുന്നു. അപ്പം എല്ലാവരും അവരുടേതായ രീതിയിലുള്ള എല്ലാ
രീതിയിലുള്ള പ്രഷറും ഈ പറഞ്ഞ ഹൈക്കമാൻഡ് മേലെ നടത്തിയിട്ടുണ്ടെന്നുള്ളത്. അതിൻ്റെ അവസാനത്തെ പ്രഷർ എന്നാണ് ഈ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ തോൽപ്പിക്കും എന്ന് പറയുന്നത്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ MP അല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നില്ല ഇതുപോലെ ഒരു നിലപാട് AICCൻ്റെ അടുത്തൊന്നും ഹൈക്കമാൻഡിൻ്റെ അടുത്തും വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നമായി. അതാണ് പ്രിയങ്ക ഗാന്ധിയെ ഡയറക്റ്റ് ആ സ്ഥലത്ത് കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെയല്ല, അതിനേക്കാളും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല 100% വിശ്വാസം അർപ്പിച്ചിരുന്നത് സോണിയാഗാന്ധിയിലാണ്. സോണിയാഗാന്ധിക്ക് പോലും ആ കാര്യത്തിൽ ഇടപെടാൻ പറ്റിയില്ല. കാരണം എന്താണ്, സ്വന്തം മകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം ഇപ്പുറം നിൽക്കുകയാണ്. അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഒരു പ്രഷർ ടാക്ടീസ് ഏറ്റവും ബുദ്ധിപൂർവ്വം ഉപയോഗിച്ച ഒരു നേതാവ് എന്ന് പറയുന്നത് ആരാണ്? VD സതീശനാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി മുന്നോട്ട് പോട്ടെ. കാരണം അദ്ദേഹം നല്ല ലീഡറാണ് എന്നുള്ള കാര്യത്തൊന്നും ആർക്കും സംശയമില്ല. കാരണം കേരളത്തെ കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷത്ത് നിന്ന് നയിച്ച നേതാവ് തന്നെയാണ്. പക്ഷേ മറ്റുള്ള നേതാക്കന്മാരെല്ലാം മോശമാണ്, ഇദ്ദേഹം മാത്രം നല്ലത് എന്നുള്ളൊരു അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം KC വേണുഗോപാൽ എത്ര കേന്ദ്രമന്ത്രിയായും കേരളത്തിലെ മന്ത്രിയായും ഒക്കെ നമ്മൾ കണ്ടതാണ്. രമേശ് ചെന്നിത്തല 26ാമത്തെ വയസ്സിൽ മന്ത്രിയായ ആളാണ്. കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയായി കേരളത്തിലെ ഏറ്റവും നല്ല ആഭ്യന്തരമന്ത്രിക്ക് അവാർഡ് മേടിച്ചൊരു നേതാവാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. മാധു VM സുധീറിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. 2014 VS സുധീരൻ KPCC പ്രസിഡൻ്റായി വരുന്ന സമയത്ത് ഇതുപോലെയൊരു സിസ്റ്റമായിരുന്നു. മനസ്സിലായോ? രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായി പോകുന്നു. കേരളത്തിലെ ജനകീയനായ ഒരു നേതാവിനെ KPCC സ്ഥലത്തേക്ക് കൊണ്ട് പ്രതിഷ്ഠിച്ചാൽ മാത്രമേ അത് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നൊരു ജനവികാരം വന്നു. ആ ജനവികാരത്തിന് മേലെയാണ് സുധീരൻ KPCC പ്രസിഡൻ്റായി ആ പോസ്റ്റിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞ് സംഭവിച്ചെന്താണ്? അത് കഴിഞ്ഞ് ബാർക്കോഴ മുന്നിൽ നിന്ന് നയിച്ച നേതാവ് സുധീരനാണ്. ആ സർക്കാർ അടപടലം വീഴാൻ അവസാനം കാരണമായ ആളും ഈ സുധീരൻ തന്നെയാണ്. അതിൽ ചർച്ചയായ കാര്യം അത് തന്നെയാണ്. കാരണം അത്രയും അധികം, കാരണം ജനവികാരത്തിനൊപ്പം നിൽക്കുമ്പോൾ പാർട്ടി ഒരു സൈഡിൽ കൊണ്ട് വളരണമെന്നും പാർട്ടി മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് രണ്ടും രണ്ടാണ്. അപ്പം എല്ലാവരും പറയും നമ്മൾ തോൽവികളെ ജനവികാരത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഗുജറാത്തിലും ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലൊക്കെ BJP ജയിക്കുന്നത് അവിടുത്തെ ജനവികാരം BJPക്ക് അനുകൂലമായി എന്ന് കോൺഗ്രസ്സിന് പറയാൻ കഴിയില്ലല്ലോ. അവിടുത്തെ ജനവികാരം BJPക്ക് അനുകൂലമായതുകൊണ്ടാണ് അങ്ങനെ ജയിച്ചു വരുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. ജയിച്ചു വരുന്നത് എന്താണ്? അതാത് ദിവസത്തെ മാൻഡേറ്റാണ്. ഇന്ന് ജനങ്ങൾക്ക് തോന്നുകയാണ് ഇതാണ് കോൺഗ്രസ്സാണ് നല്ലത് എന്നുള്ളത്. 10 ദിവസം മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കോൺഗ്രസ്സിന് പറ്റാതിരുന്ന സമയത്ത് അപ്പോൾ ജനങ്ങൾക്ക് തോന്നി ഇവർ പറ്റാത്ത ആൾക്കാരാണ്, ഇവർ അതുപോലെയാണ് സോഷ്യൽ മീഡിയയുടെ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ്. ഈ പറയുന്ന ഷാഫി പറമ്പിൽ ഇന്നലെ വരെ മലബാറിലെ ഏറ്റവും നല്ല കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. കാരണം താളത്തിൽ കൊണ്ടു നടക്കായിരുന്നു. അവരുടെ ഭാഗം കേട്ടില്ല എന്ന് കണ്ട സമയത്ത് എന്ത് ചെയ്തു? ഷാഫി പറമ്പിൽ അവിടുത്തെ ഏറ്റവും വെറുക്കപ്പെട്ട നേതാവായി. അപ്പം ഞാൻ പറഞ്ഞത് ജനവികാരത്തിനൊപ്പമല്ല പാർട്ടി നിൽക്കേണ്ടത്. പാർട്ടിക്ക് പാർട്ടിയുടേതായ പോളിസിയും കാര്യങ്ങളുണ്ട്. ഇപ്പോൾ CLP ലീഡറെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം നല്ല രീതിയിൽ ഭരിക്കാൻ കഴിയട്ടെ, അദ്ദേഹത്തിൻ്റെ കൂടെ ഭരിക്കുന്നവർക്ക് നല്ല രീതിയിൽ കഴിയട്ടെ. അതിൽ കൂടെ പ്രതിപക്ഷം കേരളത്തിലെ പിണറായി വിജയൻ മാത്രമായി തീരട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. അവിടെ വേറൊരു പ്രതിപക്ഷം കൂടി ഇല്ലാതിരിക്കട്ടെ എന്നും കൂടെ ആശംസിക്കുന്നു. ഓക്കെ. Meet the editors.